ഫ്രണ്ട്ഷിപ്പിന്റെ പേരിൽ ഞങ്ങൾ സഹായിക്കുകയും ചെയ്തു. അപ്പൊ ഞങ്ങളോട് നന്ദി പറയാ വേണ്ടത്. കാഞ്ചി വലിച്ചോളും വേണം. എന്താ മാഡം, കൊല്ലുന്നില്ലേ? എന്റെ മോന് വേണ്ടിയായിരുന്നു കരഞ്ഞും പേടിച്ചുമൊക്കെ ഇത്രയും നാളും കഴിച്ചു കൂട്ടിയ. ഇപ്പൊ അവൻ എന്റെ കൈ വിട്ടു പോയിരിക്കുന്നു. പറ ഇസബല്ല, അവൻ എവിടെയാണെന്ന് നിങ്ങൾക്കറിയാവോ? പറ. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്തും ഞാൻ തരാം. ഞങ്ങളും ആവശ്യപ്പെടുന്നത് ഋഷി ആന്റി. ആന്റി പറ, അവൻ എവിടെയാ? ഞങ്ങളൊന്നും ചെയ്യാം. കെവിൻ, ഞങ്ങൾക്ക് അവനെ കാണണം. അവനെ കാണുന്നില്ല എന്നറിഞ്ഞ് ഞങ്ങളും പേടിച്ചിരിക്കുക. മാഡം, അവൻ എവിടെയാണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞേ പറ്റൂ. ഒരു സൂചന തന്നാ മതി. എവിടെയാണെങ്കിലും പൊക്കിക്കൊണ്ടുവരും. നിങ്ങൾ എന്റെ മുമ്പിൽ അഭിനയിക്കുവാണോ? ഞങ്ങൾക്ക് തിരിച്ച സംശയം, മാഡം അഭിനയിക്കുവാണോന്ന്. ഞാൻ എന്തിനഭിനയിക്കണം? എനിക്ക് എന്റെ മോനെ കിട്ടിയേ തീരൂ. എന്തൊക്കെയോ കുഴപ്പങ്ങള് എവിടേക്കോ നടക്കുന്നുണ്ട്. ആദ്യം നന്ദനെ കാണുന്നില്ല, ഇപ്പൊ ദാ ഋഷിയെ. രണ്ടുപേരെയും കാണാതായതില് എന്തൊരു ബന്ധമുള്ളതുപോലെ. രണ്ടുപേരും നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ടവരല്ലേ? ആന്റി, ഞങ്ങൾ വീണ്ടും പറയുന്നു, രണ്ടുപേർക്കും എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കറിയില്ല. ശരി, ആർക്കും അറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം തീരുമാനിക്കുക. ഞാൻ പോലീസിന്റെ മുമ്പിലേക്ക് പോവാ. ആന്റി, ചെന്ന എല്ലാ കാര്യങ്ങളും ഏറ്റുപറയും. ബാക്കിയൊക്കെ പോലീസ് തീരുമാനിക്കട്ടെ. ചോദ്യം ചെയ്യേണ്ടവരൊക്കെ പോലീസ് ചോദ്യം ചെയ്യട്ടെ. ഞങ്ങളെ കുടുക്കുമെന്നാണോ മാഡം ഭീഷണിപ്പെടുത്തുന്നത്? ശരി, മാഡം പോലീസിനോട് എല്ലാം പറഞ്ഞോളൂ. ഞങ്ങൾക്കുള്ള ബന്ധവും പറഞ്ഞോളൂ. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിച്ചോ, പോലീസിനോട് പറയുമ്പോ ഒരു നിസ്സാര ചീറ്റിംഗ് കേസ്, നന്ദൻ ഋഷിയെ കൊന്നു എന്നുള്ള കെട്ടുകഥയുണ്ടാക്കാൻ ഋഷിക്കൊപ്പം നിന്ന് ഞങ്ങൾക്ക് കുറഞ്ഞ ശിക്ഷയെ കിട്ടും. ഋഷിയുടെയും അരുന്ധതി മാഡത്തിന്റെയും ചന്ദ്രോത്ത് വീട്ടുകാരോടുള്ള പകയും പകവീട്ടിലുമാ എല്ലാത്തിനും കാരണമെന്ന് പറയേണ്ടി വരും. പിന്നെ ഇപ്പൊ കാണാതായ നന്ദന് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൊലപാതക കുറ്റത്തിന് സമാധാനം പറയേണ്ടി വരുന്നത് മാഡം തന്നെയായിരിക്കും. മാത്രമല്ല, മാഡം പോലീസിനോട് ഋഷിയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ ആ വിവരം ഋഷിയെ ഇപ്പൊ കൊണ്ടുപോയിരിക്കുന്നവരറിഞ്ഞ അവന്റെ ജീവനും അപകടത്തിലാവും. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? എനിക്ക് അറിഞ്ഞേ പറ്റൂ എന്തിനാ അവനെ എസ്തപ്പാന്റെ വീട്ടിൽ കൊണ്ടുപോയി നിർത്തിയെന്ന്. അതിനുത്തരം പറയണം.
രജനി, ഇതിന്റെ പേരിൽ ദേവികയെ വേദനിപ്പിക്കരുത്. പിന്നെ ആരെ വേദനിപ്പിക്കണം? എന്റെ അമ്മയോ? നിന്റെ പ്ലാനിങ് ആയിരുന്നില്ലേ എല്ലാം? എന്നിട്ടിപ്പോ എന്താ പറ്റിയേ? രജനി, നീ ഒന്ന് സമാധാനായിട്ടിരിക്കേ. ഇല്ല ഗിരി, സമാധാനം ആവില്ല എനിക്ക്. അച്ഛാ, നന്ദനെ മാറ്റി നിർത്തണമായിരുന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടു നിർത്താമായിരുന്നല്ലോ. അല്ലെങ്കില് നമ്മുടെ എത്രയോ ബന്ധുക്കളുണ്ട്, അവരുടെ ആരുടെങ്കിലും വീട്ടിൽ കൊണ്ടുപോയി നിർത്താമായിരുന്നില്ലേ? അമ്മേ, ഇവർക്ക് എന്തോ പ്ലാനിങ് ഉണ്ടായിരുന്നു. കഥ അറിയാതെ ആട്ടം കണ്ടത് നമ്മളാ. നന്ദനെ മാറ്റി നിർത്തിയതില് ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നെന്ന് പോലും. ചതിയായിരുന്നു അമ്മയെല്ലാം. നമ്മുടെ നന്ദനെ ചതിയിൽ പെടുത്തിയതാ. മോളെ, നന്ദനെ രക്ഷപ്പെടുത്താനല്ലേ ഇവിടെ എല്ലാരും ശ്രമിച്ചത്? രക്ഷപ്പെടുത്താനോ? രക്ഷിക്കാനാണെങ്കിൽ നല്ല ചോരയും നീരുള്ള ഏതെങ്കിലും ഗുണ്ടയല്ലേ കാവല് നിർത്തേണ്ടത്. ഇത് വയസ്സ് 1084. പണ്ട് ഏതോ പിള്ളേരെ കണ്ണുരുട്ടി പേടിപ്പിച്ചു കാണും. അതായിരിക്കും എസ്തപ്പാന്റെ ചരിത്രം. എന്നിട്ടിപ്പോ ഇത്രയും ഭീഷണിയുള്ള ഒരാളെ എസ്തപ്പന്റെ വീട്ടിൽ കൊണ്ടേ പൊറപ്പിച്ചിരിക്കുന്നു. രജനി, നീ കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നത്. എല്ലാം മനസ്സിലായി ഗിരി. ഇവളാ എല്ലാത്തിനും പുറകില്. ഇവക്ക് നന്ദനെ ഇഷ്ടമല്ല. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയാ മതിയെന്നായിരിക്കും. അതുകൊണ്ട് എളുപ്പ വഴിയിൽ കാര്യം സാധിച്ചെടുക്കാൻ കണ്ടുപിടിച്ച ആശയം ഇത്. കുറച്ചുകാലം അകന്നു നിന്നത് നന്നായി. അല്ലെങ്കിൽ പണ്ട് നമുക്ക് നന്ദനെ നഷ്ടപ്പെട്ടേനെ. വല്ല വിഷവും കലക്കി കുടിക്കാൻ കൊടുക്കാതെ ദൈവം കാത്തു. ചേച്ചി, പക്ഷേ ഇപ്പൊ എന്തോ ചതിയില് പെടുത്തി എന്റെ അനിയനെ ഇവൾ ഇല്ലാതാക്കി. അച്ഛാ, വേണ്ട. അച്ഛാ, ഞാൻ തോറ്റു നിൽക്കുന്നവളാ. ഇപ്പോഴത്തെ സംഭവത്തിൽ എനിക്കും അച്ഛനോ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഒന്നും അർഹതയില്ല. പറയുന്നത് കേൾക്ക്, അതാ വിധി. നിന്റെ ഈ പൈങ്കിളി ഡയലോഗ് നിർത്ത്. നീ തോറ്റവും ജയിച്ചോന്ന് എനിക്ക് കേക്കണ്ട. എനിക്ക് എന്റെ അനിയനെ വേണം. രജനീച്ചി, അവൻ എന്തെങ്കിലും സംഭവിച്ച അതിന്റെ പൂർണ്ണ ഉത്തരവാദി നീയാ. ചേച്ചി, അമ്മേ, ആദ്യം ഇവള് നന്ദനെ മാറ്റി നിർത്തിയില്ലേ? അതുപോലൊരു നാടക ഇപ്പോഴൊന്നും എനിക്ക് തോന്നുന്നത്. ഡി, നിനക്കവനെ വേണ്ടായിരുന്നെങ്കിൽ ഡിവോഴ്സ് കൊടുത്തിട്ട് പോകാൻ പാടില്ലായിരുന്നോ? എന്റെ അനിയന്റെ ജീവനും ജീവിതവും ഒക്കെ എന്തിനാ ഇങ്ങനെട്ട് പന്ത് തട്ടുന്നേ? നീ ഒരു ഭാര്യയാണോ? എന്തിനാടി അവന്റെ ജീവിതത്തിലേക്ക് വന്നേ? എന്തിനാ കൊല്ലാക്കൊല ചെയ്യാനോ?
ഭഗവാനെ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? തെറ്റ് ചെയ്യാതെ കുറ്റപ്പെടുത്തലുകൾ കേൾക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ ഭഗവാന് ഊഹിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ജീവിതം അവസാനിപ്പിച്ചാലോന്ന് പലപ്പോഴും തോന്നാറുണ്ട്. പക്ഷെ തോറ്റോടാൻ വയ്യ. ഏറ്റെടുത്തൊരു ചുമതലയുണ്ട്, നന്ദുവിനെ കണ്ടെത്തുക. കയ്യിൽ നിന്ന് വിട്ടുപോയ നന്ദുവിനെ തിരികെ കൊണ്ടുവരിക തന്നെ ചെയ്യും. പക്ഷെ അതുവരെ പിടിച്ചു നിൽക്കാനുള്ള ശക്തി എനിക്ക് തരണം. കുന്തം കൊണ്ട് കുത്തിയാലും വാളുകൊണ്ട് വെട്ടിയാലും ശരീരം നോവുകയുള്ളൂ. മരുന്നുകൊണ്ട് മാറ്റാം. വാക്കുകളുകൊണ്ട് മുറിപ്പെടുത്തിയ അത് ഭേദാവില്ല. നന്ദു സേഫ് ആണെന്നൊരു വിശ്വാസമായിരുന്നു ഇതുവരെ എന്നെ മുന്നോട്ട് നയിച്ചത്. പക്ഷെ ഇപ്പൊ നന്ദുവിനെ കുറിച്ച് ഒരു വിവരവും ഇല്ല. മോളെ, ആരെയൊക്കെ ടാർഗറ്റ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് നമുക്ക് തീരുമാനിക്കണം. കാര്യങ്ങൾ എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ മതി. ദേവിക ഗിരീഷിനോടും ശാരികയോടും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യണം. ഗിരീഷേട്ടനകത്തുണ്ട്, വിളിക്കണോ? വേണ്ട, വരട്ടെ. സിധു, ഏറ്റവും വിശ്വസ്തരായ 5 പാർട്ടി പ്രവർത്തകരെ നമ്മളിതിൻ്റെ കൂടെ നിർത്തണം. സിധു, സിധു, ഞാൻ പറഞ്ഞതൊന്നും താൻ കേട്ടില്ലേ? അച്ഛാ, ഇനിയുള്ള അന്വേഷണത്തിന്റെ കാര്യങ്ങളാ ആര്യങ്ങൾ പറയുന്നത്. ഇങ്ങനൊരു പ്രതിസന്ധി ഘട്ടത്തിൽ പോലീസിനോട് കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പക്ഷെ ഇപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഹരിയേട്ടൻ തീരുമാനിക്കും. എനിക്കൊന്നും പറയാനില്ല. മോളെ, അച്ഛന് വയ്യ, കുറച്ചു നേരം കിടക്കട്ടെ. അച്ഛാ, എന്താ എന്തു പറ്റി? എന്തോ ക്ഷീണം പോലെ. എല്ലാം കൂടെ കേട്ടിട്ട് മനസ്സിനൊരു ഭാരം പോലെ. നന്ദുവിന്റെ കാര്യം ഓർത്തിട്ടാണോ അച്ഛാ? ഹരിയേട്ടാ, എനിക്ക് എന്റെ മോനെ കാണാൻ പറ്റില്ലേ? അവനെ എവിടുന്ന് നമ്മൾ തിരിച്ചുകൊണ്ടുവരാൻ പോകുന്നു? സിധു, പാവം എന്റെ മോൻ. അവനിപ്പോ എവിടെയാ? എന്റെ കൈയൊക്കെ വിറയ്ക്കാ ഹരിയേട്ടാ. എന്റെ
കുഞ്ഞിനെന്തെങ്കിലും പറ്റിപ്പോയോ ഹരിയേട്ടാ? താൻ എന്താണ് ഈ പറയുന്നത്? പ്രഭയേക്കാൾ കഷ്ടമാണല്ലോ തന്റെ കാര്യം. പേടിയാവുക. പറ്റുന്നില്ല. അച്ഛൻ കൂടി ഇങ്ങനെയായ നമ്മുടെയൊക്കെ ശക്തി പോവും. നന്ദുനെ എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് തിരികെ കൊണ്ടുവരണമെങ്കിൽ കുറച്ച് മനസ്സോടെ തന്നെ നമ്മളൊക്കെ നിൽക്കണം. അങ്കിൾ, അച്ഛൻ. സിദ്ധു, ഞാനവനെ ഒരുപാട് വഴക്ക് പറഞ്ഞിരുന്നു. പലപ്പോഴും അവന്റെ ഭാഗം കേൾക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. ഈ കൈ കൊണ്ട് എത്ര വട്ടം ഞാൻ അവനെ തല്ലി. ഓ, എത്ര നൊന്ത് കാണും എന്റെ മോന്റെ മനസ്സ്. അവനെ പെട്ടെന്ന് കണ്ടെത്തി ക്ഷമിക്കടാ മോനെ എന്ന് പറയാൻ മനസ്സ് പിടയ്ക്കുക. സിദ്ധു, തന്നെക്കാൾ വലിയ ദുഃഖം ഉള്ളിലൊതുക്കി നിൽക്കുക പ്രഭയും ദേവിയൊക്കെ. ഇപ്പൊ കരഞ്ഞു നിൽക്കുകയല്ല വേണ്ടതെന്ന് ദേവിയൊക്കെ നല്ല ബോധ്യമുണ്ട്. എനിക്കറിയാം, മോളുടെ മനസ്സ് കരയുന്നത് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അച്ഛൻ കുറച്ചു നേരം പോയി വിശ്രമിക്കേ. അങ്കിൾ, കാര്യങ്ങൾ എന്താ വേണ്ടെന്ന് വെച്ചാ നമുക്ക് സംസാരിക്കാം. ഇല്ല, കുഴപ്പമില്ല. നിങ്ങളോടൊക്കെ സംസാരിച്ചു കഴിഞ്ഞപ്പോ സമാധാനമായി. കുഴപ്പമില്ല. അല്ലച്ച, സാരമില്ല മോളെ, ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. നന്ദനെ കണ്ടാൽ തന്നെ എന്തു വേണോ അതൊക്കെ ചെയ്യാം. പറ ഹരിയേട്ടാ, എന്താ വേണ്ടത്? താമ, നമുക്കൊന്ന് നടക്കാം, സംസാരിക്കാം. മോളെ, ഞങ്ങളിപ്പോ വരാം. പാടോ. കഴിഞ്ഞു. നമ്മുടെയൊക്കെ ജീവിതം തന്നെ കഴിഞ്ഞു. ബാക്കി കാലം നമുക്ക് അകത്ത് പോയി കിടക്കാം. നന്ദന്റെ കാര്യത്തിൽ തന്നെ പ്ലാനിങ് അടപടലം പാളി. ഇപ്പതാ വിഷയം കാണാനില്ല. പാപ്പം പറയുന്നത് കേട്ടാ ഇത് എന്റെ തെറ്റുകൊണ്ട് സംഭവിച്ചാണെന്ന് തോന്നുമല്ലോ. പിന്നല്ലാതെ എന്റെ തെറ്റുകൊണ്ടാണോ? നന്ദന്റെ പിറകെ ഇറങ്ങി പുറപ്പെട്ടത് തന്നെ ഒന്നാമത്തെ തെറ്റ്. അവനൊരു ഭാര്യയുണ്ട്. അവരുടെ ലൈഫിലേക്ക് നീ എന്തിനാ കയറി ചെന്നത്? കോളേജിൽ വെച്ച് മനസ്സിൽ ഒരു ആരാധന തോന്നിയെങ്കിൽ അത് കോളേജിൽ തീർന്നില്ലേ? ലോകത്ത് വേറെ ആണുങ്ങളില്ലാത്ത പോലെ കുടുംബമായി ജീവിക്കുന്ന ഒരാളെ പിറകെ കൂടിയതോടുകൂടിയാ നിന്റെ വീഴ്ച തുടങ്ങിയത്. നിന്നോടുള്ള വാത്സല്യം കാരണം ഞാൻ എല്ലാത്തിനും കൂട്ടുനിൽക്കുമായിരുന്നു. ഒന്ന് നിർത്തുന്നുണ്ടോ പാപ്പ? ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും പോണോ? എങ്കിൽ അത് പറ, മാറിത്തരാ ഞാൻ.
ഇനി എവിടേക്കും പോയിട്ട് കാര്യമില്ല. പെട്ടത് തന്നെ. സാർ പ്ലീസ്, ഇനി പരസ്പരം കുറ്റപ്പെടുത്തിയിട്ടും ദേഷ്യം കാണിച്ചിട്ട് ഒരു കാര്യമില്ല. അടുത്തിനി എന്ത് ചെയ്യണം അതാലോചിക്കാം. അടുത്തതിനെ എന്ത് ചെയ്യാനാ? ആ റഷ്യയെ കണ്ടുപിടിക്കണം. പറ്റുമോ? കെവിൻ പറ. എയർപോർട്ടിൽ പോയ ആളിനെ കാണാനില്ല, ഫ്ലൈറ്റിൽ കയറിയിട്ടുമില്ല. അപ്പൊ പിന്നെ എവിടെ പോയി? ഉത്തരവുണ്ടോ? നന്ദന്റെ കേസിൽ ഇങ്ങനെ തന്നെയല്ലേ നടന്നത്? വീട്ടിൽ കിടന്നുറങ്ങിയ ആളിനെ അടുത്ത ദിവസം കാണാനില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെയൊക്കെ പിറകിൽ ആരൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. രാജിവെച്ചിട്ട് എങ്ങോട്ടേലും പോയാലോ എന്ന് ആലോചിക്കുക. പാപ്പനിങ്ങനെ വിഷമിക്കല്ലേ, എനിക്കും പേടിയാവുന്നു. മോളെ, നിന്നെ ഞാൻ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല, യാഥാർത്ഥ്യങ്ങൾ അറിയിക്കുക.